ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈറ്റമിൻസിനെ പറ്റിയാണ്. PSC പരീക്ഷകൾ, ഏത് PSC പരീക്ഷ ആയിക്കൊള്ളട്ടെ, LPUP ആയിക്കൊള്ളട്ടെ, LDC ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കൊള്ളട്ടെ, ഏത് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പോർഷനാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 1-2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് എല്ലാ പരീക്ഷകളിലും തന്നെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് വൈറ്റമിൻസും അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, പിന്നെ വൈറ്റമിൻ ധാരാളമുള്ള ഫുഡുകൾ, അതുപോലെ അതിൻ്റെ ഡെഫിഷ്യൻസീസ്, അതുപോലെ തന്നെ ഓരോ വൈറ്റമിൻസിൻ്റെയും രാസനാമം എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വൈറ്റമിൻസിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ. വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്, നിങ്ങൾ ക്ലാസ് ആദ്യം തൊട്ട് തന്നെ കേൾക്കണം, ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോവരുത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ആണ് പോകുന്നത്. അതുകൊണ്ട് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ്. ജീവകങ്ങൾ എന്ന പദം അല്ലെങ്കിൽ ജീവകം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് കാസിമർ ഫങ്ക്. മറന്നുപോകരുത്, ജീവകങ്ങൾ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് കാസിമർ ഫങ്ക്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോഎൻസൈം എന്ന് അറിയപ്പെടുന്ന ആഹാര ഘടകം ഏത്? അത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. കോഎൻസൈം എന്ന് അറിയപ്പെടുന്ന ആഹാര ഘടകം ഏത്? ജീവകം. ഉത്തരം ജീവകം. അപ്പോൾ കാസിമർ ഫങ്ക് ആണ് ആദ്യമായിട്ട് ജീവകങ്ങളെ നാമകരണം ചെയ്തത്. കോഎൻസൈം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്, എന്താണ് ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണ്? അത് നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു കോഡിലൂടെ പഠിക്കാം. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതാണ്? ഇത് എല്ലാ PSC പരീക്ഷകളിലും തന്നെ മിക്കവാറും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? ചിലപ്പോൾ 4 ഓപ്ഷൻസ് തരും. അതിൽ 3 ഇപ്പോൾ ഫാറ്റ് സോല്യൂബിൾ ആയിരിക്കും, 1 അതിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം നിങ്ങളത് സിമ്പിളായിട്ട് നമുക്കൊരു കോഡിലൂടെ പഠിച്ചു വെക്കാം. ഫാറ്റ് സോല്യൂബിൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് അഡക് എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ADEK, അഡക്. അപ്പോൾ വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K, ഈ 4 വൈറ്റമിൻസുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ്, വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്, ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ Bയും വൈറ്റമിൻ Cയും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട പ്രധാനപ്പെട്ട ജീവകം ഏത്? ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ട വൈറ്റമിൻ ഏതാണ്? അതാണ് വൈറ്റമിൻ A. അപ്പം വൈറ്റമിൻ A, നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കണമെങ്കിൽ വൈറ്റമിൻ A കൂടിയേ തീരൂ. അപ്പോൾ നമ്മൾ വൈറ്റമിൻ A അടങ്ങിയ അത് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. പാല്, അതുപോലെ തന്നെ ഇലക്കറികൾ, മുട്ട, ഇതിലൊക്കെ വൈറ്റമിൻ എയുടെ സാന്നിധ്യം കൂടുതലാണ്. സോ അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. സോ വൈറ്റമിൻ A കൂടുതലായി അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് പാല്, ഇലക്കറികൾ എന്നിവ. പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ A എന്ന് അറിയപ്പെടുന്ന വർണ്ണവസ്തു ഏത്? പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏത്? ബീറ്റ കരോട്ടിൻ. പ്രോ വൈറ്റമിൻ A എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് തവിടിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ, അതായത് തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ B1. വൈറ്റമിൻ B1 ആണ് തവിടിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത്.
ഓക്കെ, അടുത്തതായിട്ട് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? B5, B7, K. അപ്പോൾ വൈറ്റമിൻ B5, വൈറ്റമിൻ B7, വൈറ്റമിൻ K. അപ്പോൾ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ചെറുകുടലിന് ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന ജീവകങ്ങൾ ഏവ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? B5, B7, K. അത് നമുക്ക് സിമ്പിളായിട്ട് B5 ഓർത്ത് വെച്ചാൽ അതിൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ B7 പിന്നെ K. അപ്പോൾ എന്താണ്? B5, B7, K. ഇത്രയുമാണ് നമ്മുടെ ചെറുകുടലിൽ രൂപം കൊള്ളുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാലിന് ലൈറ്റ് യെല്ലോ കളർ, അതായത് നേരിയ മഞ്ഞ നിറം കൊടുക്കുന്ന വൈറ്റമിൻ ഏത്, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഘടകം എന്താണ്? റൈബോഫ്ലോവിൻ ആണ് പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം. അപ്പോൾ പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണമായ ഘടകം ഏതാണ്? റൈബോഫ്ലോവിൻ എന്ന് പറഞ്ഞാൽ B2. അപ്പം നിങ്ങൾക്ക് റൈബോഫ്ലോവിൻ B2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല അല്ലേ? B2 എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റമിൻ ആണ് അല്ലേ? അതിൻ്റെ രാസനാമമാണ് റൈബോഫ്ലോവിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനി തുടർന്ന് പഠിക്കും രാസനാമങ്ങളും വൈറ്റമിൻസും അതിൻ്റെ രാസനാമങ്ങളും നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പം വൈറ്റമിൻ B2 ആണ് പാലിൻ്റെ എന്താണ് നേരിയ മഞ്ഞ കളറിന് കാരണം. വൈറ്റമിൻ B2 ആണ്, അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ ആണ്. പാലിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ, അതായത് പാലിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം അടിക്കുമ്പോൾ പാലിലെ ഒരു ജീവകം നശിച്ചു പോകുന്നുണ്ട്. ആ ജീവകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ മഞ്ഞ കളറുള്ള റൈബോഫ്ലോവിൻ അഥവാ B2, വൈറ്റമിൻ B2. പാലിൽ ഡയറക്റ്റ് സൺലൈറ്റ് വീണ് കഴിഞ്ഞാൽ അതിലെ ജീവകമായ B2 നശിച്ചു പോകും, അതായത് റൈബോഫ്ലോവിൻ നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ജീവകം H, വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ്? B7 ആണ്. B7ന്റെ രാസനാമമാണ് ബയോട്ടിൻ. അപ്പോൾ ജീവകം H എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? B7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാസനാമം ബയോട്ടിൻ എന്നാണ്. അപ്പോൾ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് B7 ആണ്, അതിൻ്റെ രാസനാമമാണ് ബയോട്ടിൻ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏത്? ഇത് LDCക്കും അതുപോലെ തന്നെ UPയുടെ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ജീവകമാണ് എന്താണ്? വൈറ്റമിൻ B12 ആണ്. ജീവകം B12 ആണ് കൊബാൾട്ട് അടങ്ങിയിട്ടുള്ള ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? വൈറ്റമിൻ B12 ആണ്. അതായത് വൈറ്റമിൻ B12ന്റെ മനുഷ്യനിർമ്മിത രൂപം എന്ന് പറഞ്ഞാൽ ഏതാണ്? സയനോകൊബാലമിൻ ആണ്. അപ്പോൾ സയനോകൊബാലമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12ന്റെ രാസനാമമാണ്. സോ മാൻമെയ്ഡ് ആയിട്ടുള്ള, അതായത് വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ്? വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വൈറ്റമിൻ എന്ന്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ C എന്ന് പറയുന്നത്. കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ജീവകമാണ് വൈറ്റമിൻ C എന്ന് പറയുന്നത്. അപ്പം മാൻമെയ്ഡ് ആയിട്ടോ മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിച്ചിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12 അഥവാ സയനോകൊബാലമീൻ ആണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ C എന്ന് പറയുന്നത്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിൻ ഏത്? എല്ലാ പ്രാവശ്യവും തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് മറന്നു പോരുത്. ആഹാര പദാർത്ഥങ്ങളിൽ ചൂടാക്കുമ്പോൾ നശിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ C ആണ് ആഹാര സാധനങ്ങൾ ചൂടാക്കുമ്പോൾ നശിച്ചു പോകുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. ഇനി വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, അതായത് ഓറഞ്ച് അതുപോലെ തന്നെ ലെമൺ, അങ്ങനെ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകളിൽ വൈറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലായിരിക്കും. സോ വൈറ്റമിൻ C റിച്ച് ഫുഡാണ് ഓറഞ്ച്, അതുപോലെ തന്നെ നാരങ്ങ, അതുപോലെ തന്നെ നെല്ലിക്ക. അതായത് ഓറഞ്ച്, ലെമൺ, അംല
ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ കളറുള്ള ഫ്രൂട്ട്സുകളിൽ വൈറ്റമിൻ സിയുടെ സാന്നിധ്യം കൂടുതലാണ്. മാംഗോയിലൊക്കെ വൈറ്റമിൻ സിയുടെ സാന്നിധ്യം കൂടുതലാണ്. സോ ചൂടാക്കുമ്പോൾ നശിച്ചു പോകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് ഓറഞ്ച്, ലെമൺ, അംല അഥവാ നെല്ലിക്ക. ഓക്കെ. മൂത്രത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ഒരു വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വൈറ്റമിൻ സി ആണ്. മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ശരീരമൊക്കെ ശരീരത്ത് മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാനായിട്ട് താമസിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ? മുറിവുണങ്ങാനായിട്ട് താമസിക്കുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് മുറിവുണങ്ങാൻ, വൂൺസൊക്കെ ഉണങ്ങാനായിട്ട് താമസിക്കുന്നതിന് കാരണം എന്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം വൈറ്റമിൻ സിയുടെ ചില പ്രത്യേകതകളെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ. വൈറ്റമിൻ സിയുടെ പ്രത്യേകതകൾ എന്ന് പറയുവാണെങ്കിൽ ജലദോഷത്തിന് ഔഷധമായിട്ട് ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ജലദോഷത്തിന് ഉത്തമ ഔഷധമാണ് വൈറ്റമിൻ സി. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ കൊറോണ കാലഘട്ടമാണ് അല്ലേ. രോഗപ്രതിരോധ ശേഷി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ നാരങ്ങ വെള്ളവും അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ എന്താണ്, നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതൽ കിട്ടും. സോ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യകമായിട്ടുള്ള ഒരു ജീവകമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് മോണയിലെ രക്തസ്രാവം. മോണയിലെ രക്തസ്രാവം ഉണ്ടാകുന്നത് എന്തിൻ്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ സിയുടെ അഭാവം മൂലമാണ്. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മോണയിലെ രക്തസ്രാവം. അതുപോലെ തന്നെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന് പറഞ്ഞ രോഗമുണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. വൈറ്റമിൻ സിയുടെ അഭാവം അല്ലെങ്കിൽ അപര്യാപ്തത മൂലമാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന് പറഞ്ഞ രോഗം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ ഒരു പ്രത്യേകതയാണ് ഇരുമ്പിൻ്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്നു. അതായത് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗീകരണം, അയണിൻ്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് വൈറ്റമിൻ സിയുടെ പ്രത്യേകത? ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിക്കാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകൾ നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ മോണയിലെ രക്തസ്രാവത്തിന് കാരണം വൈറ്റമിൻ സി അല്ലെങ്കിൽ ജീവകം സിയുടെ അപര്യാപ്തത മൂലമാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ആഗീകരണം, ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വൈറ്റമിൻ ഡിയെ പറ്റി പഠിക്കാം. അതിൻ്റെ പ്രധാന പ്രത്യേകതകളെ പറ്റി നമുക്ക് പഠിക്കാം. അതായത് വൈറ്റമിൻ ഡി എന്ന് പറയുവാണെങ്കിൽ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ത്വക്കിൽ വന്ന് വീഴുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അല്ലേ. സൂര്യപ്രകാശത്തിൽ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് തീവ്രമല്ലാത്ത, അതായത് ഇപ്പോൾ ഒരു തീവ്രമല്ലാത്ത വെയിൽ ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ത്വക്കിൽ വൈറ്റമിൻ ഡി നിർമ്മിക്കാനായിട്ട് വൈറ്റമിൻ ഡി ആവശ്യമായിട്ടുണ്ട്. അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം നമുക്ക് രോഗങ്ങളുണ്ടാവും. അത് നമുക്ക് ഫുഡിലൂടെ ഒന്നും വൈറ്റമിൻ ഡി കിട്ടത്തില്ല. അത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ സഹായത്തോടെ നമ്മുടെ ത്വക്കിൽ രൂപം കൊള്ളുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. സോ സൂര്യപ്രകാശം അധികം ചൂട് അല്ലെങ്കിൽ അധികം തീവ്രതയില്ലാത്ത സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയൊക്കെ അത് കുറക്കും. അപ്പോൾ സൂര്യപ്രകാശത്തിലൂടെ UV റേസ് നമ്മുടെ ശരീരത്തിൽ, അൾട്രാവയലറ്റ് രശ്മികൾ അതിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏത്? അതാണ് വൈറ്റമിൻ ഡി. എല്ല്, പല്ല് എന്നിവയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ജീവകമാണ്
ഡാഷ് വൈറ്റമിൻ ഡി. സസ്യ ഉറവിടങ്ങളിൽ നിന്നും ലഭ്യമല്ലാത്ത ഒരു വൈറ്റമിനാണ് അല്ലെങ്കിൽ ഒരു ജീവകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. നമ്മൾ ഫുഡിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കത്തില്ല. സോ അതെവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ത്വക്കിൽ വീഴുമ്പോൾ രൂപം കൊള്ളുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. സോ സസ്യ ഉറവിടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. മാറിപ്പോരുത്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ ആഗീരണത്തെ, ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ വൈറ്റമിൻ ഡി വരുമ്പോൾ കാൽസ്യം എന്ന് പറയുമ്പോൾ സി അല്ലേ? ഇപ്പൊ കോഡായിട്ട് നിങ്ങൾ ഓർത്തു വെക്കാനായിട്ട് ഡി എന്ന് പറഞ്ഞ വൈറ്റമിൻ ഉത്തേജിപ്പിക്കുന്നത് കാൽസ്യത്തിന്റെ ആഗീരണമാണ്. ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ സി ഓർക്കുക. കാൽസ്യത്തിന്റെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിനാണ് ഡാഷ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ 2 രൂപങ്ങളുണ്ട്. ജീവകൻ ഡിക്ക് 2 രൂപങ്ങളാണ് പറയുന്നത്. D2 പറയും, D3 പറയും. വൈറ്റമിൻ D2ന്റെ കെമിക്കൽ നെയിം അല്ലെങ്കിൽ രാസനാമമാണ് എർഗോസ്റ്റീറോൾ എന്ന് പറയും. വൈറ്റമിൻ D2നെ വിളിക്കുന്ന പേരാണ് എർഗോസ്റ്റീറോൾ. അതായത് വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് എർഗോസ്റ്റീറോൾ. അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ വൈറ്റമിൻ ഡിയുടെ 2ാമത്തെ രൂപമാണ് D3 എന്ന് പറയുന്നത്. D3 എന്ന് പറഞ്ഞാൽ കോൾ കാൽസിഫെറോൾ എന്നാണ് വിളിക്കുന്നത്. എന്തെന്നാണ് വിളിക്കുന്നത്? കോൾ കാൽസിഫെറോൾ എന്നാണ് വൈറ്റമിൻ D3യെ വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വൈറ്റമിൻ ഇയെ പറ്റി പഠിക്കാം. വൈറ്റമിൻ ഇ എന്നറിയപ്പെടുന്നത് ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വൈറ്റമിൻ അല്ലെങ്കിൽ ഹോർമോണായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമാണ്. വൈറ്റമിൻ ഇ അല്ലെങ്കിൽ ജീവകം ഇയുടെ അഭാവം മൂലം നമുക്കുണ്ടാകുന്ന ഒരു രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏത്? ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുപോലെ തന്നെ ഒരു നിരോക്സീകാരി കൂടിയായ ഒരു വൈറ്റമിൻ ഏതാണ്? നിരോക്സീകാരിയായ വൈറ്റമിനാണ് ഡാഷ്. നിരോക്സീകാരിയായ ജീവകമാണ് ജീവകം ഇ. അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു ജീവകമാണ്. നമ്മളുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അപ്പൊ വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം നമുക്ക് ഹൃദയ രോഗങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏത്? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന വൈറ്റമിൻ ഏത്? ഉത്തരം വൈറ്റമിൻ ഇ. അപ്പൊ എന്തൊക്കെയാണ് വൈറ്റമിൻ ഇയുടെ പ്രത്യേകതകൾ? ഹോർമോണായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് ഡാഷ് വൈറ്റമിൻ ഇ. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഏത്? വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമാണ് വന്ധ്യതയുണ്ടാവുന്നത്. സോ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഏത്? മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അതുപോലെ തന്നെ നിരോക്സീകാരിയായ ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ ഇ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജീവകങ്ങളെ പറ്റിയും അതിൻ്റെ പ്രധാന വിശേഷണങ്ങളെ പറ്റിയുമാണ്. എക്സാമിന് ചിലപ്പോൾ വേറൊരു രീതിയിൽ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചില വിശേഷണങ്ങൾ ചോദിച്ചിട്ട് പറയും അത് ഏത് വൈറ്റമിനാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? അതാണ് വൈറ്റമിൻ B3. വൈറ്റമിൻ B3 ആണ് ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. അത് ഓർത്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞു, ആഹാര സാധനങ്ങൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വൈറ്റമിൻ നശിച്ചു പോവും. അപ്പോൾ ഫ്രഷ് ഫുഡ്, ഡയറക്റ്റ് ഫ്രഷ്, നമ്മളിപ്പം സസ്യത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന ഫുഡ്, ഫ്രഷ് ഫുഡ് വൈറ്റമിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വൈറ്റമിനാണ് ഏത്? വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻറ്റി റാച്ചിറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? റാച്ചിറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ഏതാണ് ആൻറ്റി റാച്ചിറ്റിക് വൈറ്റമിൻ? വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, സൺഷൈൻ വൈറ്റമിൻ ഞാൻ നേരത്തെ പറഞ്ഞു, സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി. സോ സൺഷൈൻ വൈറ്റമിൻ ഈസ് വൈറ്റമിൻ ഡി. അതുപോലെ തന്നെ സ്റ്റീറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സ്റ്റീറോയിഡ് വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻ ഡിക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? ആൻറ്റി റാച്ചിറ്റിക് വൈറ്റമിൻ ആണ്, സൺഷൈൻ വൈറ്റമിൻ ആണ്, അതുപോലെ തന്നെ സ്റ്റീറോയിഡ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്.
ഇനി ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമാണ്. സോ ആൻറ്റി സ്റ്റെറിലിറ്റി, വന്ധ്യതയ്ക്കൊരു മരുന്നായിട്ട് അല്ലെങ്കിൽ വന്ധ്യതയ്ക്കെതിരായിട്ടുള്ളത് വൈറ്റമിൻ ഇ കൂട്ടുക എന്നതാണ് അതിൻ്റെ മാർഗം. സോ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ, നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. സോ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത്? ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോർമോൺ, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അപ്പോൾ വൈറ്റമിൻ ഇയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആൻറ്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ ആണ്, ബ്യൂട്ടി വൈറ്റമിൻ ആണ്, ഹോർമോൺ വൈറ്റമിൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് വൈറ്റമിൻ ഇയുടെ പ്രത്യേകതകൾ? അത് ആൻറ്റി സ്റ്റെറിലിറ്റിക്, വന്ധ്യതയ്ക്കെതിരായിട്ട് നമ്മൾ കഴിക്കുന്ന ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്യൂട്ടി വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ, ഹോർമോൺ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഇനി അടുത്തതായിട്ട് ഒരു പ്രത്യേകത പറയുന്നത് ഒരു വിശേഷണമാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ. വൈറ്റമിൻ കെ ആണ് കൊയാഗുലേഷൻ, അതായത് വൈറ്റമിൻ കെയുടെ അഭാവം മൂലം നമ്മുടെ ശരീരത്തിൽ രക്തസ്രാവം ഉണ്ടാകും. സോ രക്തസ്രാവത്തിനെതിരായിട്ട്, കട്ട പിടിക്കാനായിട്ട്, കൊയാഗുലേറ്റ് ചെയ്യാനായിട്ട്, രക്തം കൊയാഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ജീവകം ഏതാണ്? വൈറ്റമിൻ കെ. സോ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഒന്നുകൂടി പറയാം, ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ ഡിയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ റാച്ചിറ്റിക് വൈറ്റമിൻ, ആൻറ്റി റാച്ചിറ്റിക് വൈറ്റമിൻ ആണ്, സൺഷൈൻ വൈറ്റമിൻ ആണ്, സ്റ്റിറോയിഡ് വൈറ്റമിൻ ആണ്. ഇതൊക്കെയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്, അതിൻ്റെ പ്രത്യേകതകളാണത്. ഇനി അടുത്തത് ഇയുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്, ബ്യൂട്ടി വൈറ്റമിൻ ആണ്, ഹോർമോൺ വൈറ്റമിൻ ആണ്. സോ ഈ പ്രത്യേകതകൾ ആരുടെയാണ്? വൈറ്റമിൻ ഇയുടെയാണ്. ഇനി കൊയാഗുലേഷൻ വൈറ്റമിനായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, നമ്മളിപ്പോൾ കുറേ കാര്യത്തിൽ നമ്മൾ പഠിച്ചു അല്ലെ, D2 D3 ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, അതിൻ്റെ രാസനാമങ്ങളായിരുന്നു അല്ലെ പഠിച്ചത്. സോ നമുക്കതിൻ്റെ രാസനാമങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഏറ്റവും ഒരു 13 വൈറ്റമിൻസും അതിൻ്റെ രാസനാമങ്ങളും പഠിച്ചു വെക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. സോ നമുക്ക് ജീവകങ്ങളെ പറ്റിയും അതിൻ്റെ രാസനാമങ്ങളെയും പറ്റിയും പഠിക്കാം. ജീവകങ്ങളെ പറ്റിയും അതിൻ്റെ രാസനാമങ്ങളെയും പറ്റി ഇനി പഠിക്കാം. വൈറ്റമിൻ എ, അതായത് ജീവകം എ അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ്. ജീവകം എ അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ്. അടുത്തതായിട്ട് നമുക്ക് ബിയുടെ പല രൂപങ്ങളെ നോക്കാം. ബി എന്ന് പറഞ്ഞ വൈറ്റമിൻ B1, B2, B3, B5, B6, B7, B8 ഇല്ല, B9. ഇങ്ങനെ ബി എന്ന് പറഞ്ഞാൽ ഇത്രയും രൂപങ്ങളാണുള്ളത്. അതിൽ വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാൽ തയാമിനാണ്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ റെറ്റിനോളാണ്, വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാൽ തയാമിനാണ്, വൈറ്റമിൻ B2 എന്ന് പറഞ്ഞാൽ റൈബോഫ്ലോവിൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ റൈബോഫ്ലോവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റമിൻ B2 ആണ്. വൈറ്റമിൻ B3 എന്ന് പറഞ്ഞാൽ എന്താണ്? നിയാസിനാണ്. വൈറ്റമിൻ B3 എന്ന് പറഞ്ഞാൽ നിയാസിനാണ്. സോ റെറ്റിനോള്, തയാമിൻ, റൈബോഫ്ലോവിൻ, അതുപോലെ തന്നെ നിയാസിൻ. അപ്പോൾ B3 വരെയായി. B4 ഇല്ല. B5 എന്ന് പറയുമ്പോൾ പാൻറ്റോതെനിക് ആസിഡ്. B5 എന്ന് പറഞ്ഞാൽ ഞാനിത് ഓർത്തു വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോഡെന്ന് പറഞ്ഞാൽ, നമ്മൾ 5 സൈഡുള്ളതിനെ നമ്മൾ പെൻറ്റഗൺ എന്ന് പറയത്തില്ല. അപ്പോൾ പീലല്ലേ തുടങ്ങുന്നത്. അപ്പോൾ വൈറ്റമിൻ്റെ B5 അല്ലേ. സോ പാൻറ്റോതെനിക് ആസിഡ്, വൈറ്റമിൻ B5 എന്ന് പറയുമ്പോൾ പാൻറ്റോതെനിക് ആസിഡാണ്. അടുത്തത് വൈറ്റമിൻ B6 വരുമ്പോൾ അതിന് പിരിഡോക്സിൻ എന്ന് പറയും. എന്താണ്? വൈറ്റമിൻ B6 ആണെങ്കിൽ പിരിഡോക്സിൻ ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B7 വന്നിട്ടുണ്ടെങ്കിൽ ബയോട്ടിനാണ്. വൈറ്റമിൻ B7 വന്നിട്ടുണ്ടെങ്കിൽ അത് ബയോട്ടിനാണ്. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ റെറ്റിനോളാണ്, വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാൽ തയാമിനാണ്, വൈറ്റമിൻ B2 എന്ന് പറഞ്ഞാൽ റൈബോഫ്ലോവിനാണ്, വൈറ്റമിൻ B3 എന്ന് പറഞ്ഞാൽ നിയാസിനാണ്, വൈറ്റമിൻ B5 എന്ന് പറഞ്ഞാൽ പാൻറ്റോതെനിക് ആസിഡാണ്, വൈറ്റമിൻ B6 എന്ന് പറഞ്ഞാൽ പിരിഡോക്സിനാണ്, വൈറ്റമിൻ B7 എന്ന് പറഞ്ഞാൽ ബയോട്ടിനാണ്. ഇനി അടുത്ത വൈറ്റമിൻസിൻ്റെ രാസനാമങ്ങളെ നമുക്ക് പരിചയപ്പെടാം.
അടുത്തതാണ് വൈറ്റമിൻ B9. B9 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഗർഭിണികളായിട്ടുള്ളവർ കഴിക്കുന്ന ഒരു മരുന്നാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വൈറ്റമിൻ B9 ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോളിക് ആസിഡ് ആണല്ലേ കഴിക്കുന്നത്. സോ വൈറ്റമിൻ B9 ആണ് അതിലൂടെ സപ്ലിമെന്റ് ചെയ്യുന്നത്. സോ വൈറ്റമിൻ B9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളിക് ആസിഡ് ആണ്. മറക്കാതിരിക്കുക. വൈറ്റമിൻ B9 വരുമ്പോൾ അതെന്താണ്? ഫോളിക് ആസിഡ് എന്നാണ് അതിൻ്റെ രാസനാമം. അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 11 ഇല്ല 12 ആണ്. വൈറ്റമിൻ B12. വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു വയ്ക്കുക, സയനോ കൊബാലമിൻ. എന്താണ് വൈറ്റമിൻ B12ന്റെ രാസനാമം? സയനോ കൊബാലമിൻ. സയനോ കൊബാലമിൻ ആണ് വൈറ്റമിൻ B12ന്റെ രാസനാമം. അടുത്തത് അപ്പോൾ ബിയുടെ കഴിഞ്ഞു, ഇനി വൈറ്റമിൻ C ആണ്. വൈറ്റമിൻ C എന്നറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ്. വൈറ്റമിൻ C എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്കോർബിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ C ആണ് അസ്കോർബിക് ആസിഡ്. അതുപോലെ തന്നെ വൈറ്റമിൻ D ആണ് ഇനി പറയുന്നത്. വൈറ്റമിൻ D എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ. വൈറ്റമിൻ D എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വൈറ്റമിൻ ഡിയുടെ ഒരു പ്രത്യേകത എന്താണ്? വൈറ്റമിൻ D എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ D എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവമാണ്. സോ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? കാൽസിഫെറോൾ എന്ന് പറയാം. അപ്പം അങ്ങനെ നിങ്ങളത് കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കുക. വൈറ്റമിൻ D എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ D എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ ആണ്. ഇനി വൈറ്റമിൻ E ആണ്. നമുക്കറിയാം വൈറ്റമിൻ E എന്ന് പറഞ്ഞാൽ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണല്ലേ. അപ്പം ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാസനാമമാണ് ടോക്കോഫിറോൾ. എന്താണ്? ടോക്കോഫിറോൾ എന്നാണ് കേട്ടോ. അപ്പം കാൽസിഫെറോൾ കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫിറോളാണ് വരുന്നത്. സോ അത് ടോക്കോഫിറോൾ, ഓളിലാണ് അവസാനിക്കുന്നത്. സോ വൈറ്റമിൻ E എന്ന് പറഞ്ഞാൽ ടോക്കോഫിറോൾ ആണ്. വൈറ്റമിൻ E എന്ന് പറഞ്ഞാൽ ടോക്കോഫിറോൾ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ്, ബ്യൂട്ടി വൈറ്റമിൻ ആണ് അല്ലേ. അപ്പോൾ പിന്നെ എന്താണ്? ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോക്കിനോൺ. വൈറ്റമിൻ കെയുടെ രാസനാമം എന്താണ്? ഫില്ലോക്കിനോൺ എന്ന് പറയാം. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ വൈറ്റമിൻ കെ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുക, ഈ പ്രാവശ്യം മെഫിറ്റോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് അല്ലെങ്കിൽ ജീവകം ഏത്? അപ്പോൾ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ മെഫിറ്റോൺ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ K1 എന്നും കെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? വൈറ്റമിൻ K1 എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മെഫിറ്റോൺ എന്നും അറിയപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? വൈറ്റമിൻ എ പഠിച്ചു. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റെറ്റിനോൾ ആയിരുന്നു. വൈറ്റമിൻ B1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തയമിൻ ആയിരുന്നു. വൈറ്റമിൻ B2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റൈബോഫ്ലേവിൻ ആയിരുന്നു. വൈറ്റമിൻ B3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിയാസിൻ ആയിരുന്നു. വൈറ്റമിൻ B5 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാൻറ്റോതെനിക് ആസിഡ് ആയിരുന്നു. വൈറ്റമിൻ B6 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പിരിഡോക്സിൻ ആയിരുന്നു. വൈറ്റമിൻ B7 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബയോട്ടിൻ ആയിരുന്നു. വൈറ്റമിൻ B9 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളിക് ആസിഡ് ആണ്. വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ സയനോ കൊബാലമിൻ ആണ്. വൈറ്റമിൻ C എന്ന് പറഞ്ഞാൽ അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ D എന്ന് പറഞ്ഞാൽ കാൽസിഫെറോൾ ആണ്. വൈറ്റമിൻ E എന്ന് പറഞ്ഞാൽ ടോക്കോഫിറോൾ ആണ്. വൈറ്റമിൻ K എന്ന് പറഞ്ഞാൽ മെഫിറ്റോൺ അല്ലെങ്കിൽ വൈറ്റമിൻ K1 അല്ലെങ്കിൽ ഫില്ലോക്വിനോൺ. വൈറ്റമിൻ K എന്ന് പറഞ്ഞാൽ ഫില്ലോക്വിനോൺ. അപ്പോൾ വൈറ്റമിൻ K എന്ന് പറഞ്ഞാൽ ഫില്ലോക്വിനോൺ. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു ചോദ്യമാണ്, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജീവകങ്ങളെ പറ്റിയും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളെ പറ്റി. അപര്യാപ്തത മൂലം ജീവകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗങ്ങളെ പറ്റിയുമാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാവുന്ന രോഗമാണ് നിശാന്തത, അതുപോലെ തന്നെ സീറോഫ്താൽമിയ. ഞാൻ പറഞ്ഞു വൈറ്റമിൻ എ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റമിൻ എയുടെ നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. സോ ഇതിൻ്റെ അഭാവം മൂലം കണ്ണിനാണ് അസുഖം വരുന്നത്. നിശാന്തത, അതുപോലെ തന്നെ സീറോഫ്താൽമിയ, ഈ രണ്ട് രോഗങ്ങൾ ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പല എക്സാമിനും ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. അപ്പോൾ വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത, അതുപോലെ തന്നെ സീറോഫ്താൽമിയ. ഇനി അടുത്തത് വിറ്റാമിൻ B1 എന്ന് പറയുമ്പോൾ പഠിച്ചു വെക്കാനൊരു എളുപ്പമുണ്ട്. ബി വെച്ച് തന്നെയാണ് ബെറി. അപ്പോൾ വൈറ്റമിൻ B1ന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറി. അത് അടുത്തതാണ് വൈറ്റമിൻ B2 എന്തായിരുന്നു? ബയോട്ടിൻ ആയിരുന്നു അല്ലേ. B2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? റൈബോഫ്ലേവിൻ ആയിരുന്നു അല്ലേ. റൈബോഫ്ലേവിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്
മജന്ത കളർ തങ്ക്, നമ്മുടെ നാക്കിന് മജന്ത കളർ വരുന്നു. അതുപോലെ തന്നെ ഫിഷേഴ്സ് ഓഫ് ദ ലിപ്പ് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ചീർത്ത് വരുന്നു. അത് എന്താണ്, ലിപ്പിങ്ങനെ കൊമള പോലെ വരുന്നത് അത് വൈറ്റമിൻ B2 അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ക്രാക്ക് കോർണേഴ്സ് ഓഫ് ദ മൗത്ത്, അതായത് നമ്മളുടെ വായുടെ അകത്തൊക്കെ പൊട്ടുന്നു, ക്രാക്സ് വീഴുന്നു, അതൊക്കെ വൈറ്റമിൻ B2 അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഈ ഓരോ ജീവകങ്ങളെ പറ്റിയും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളും എന്താണ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. B2 അപര്യാപ്ത മൂലം എന്താണ് നമ്മുടെ നാക്കൊക്കെ മജന്ത കളർ വരുന്നു, അതുപോലെ തന്നെ ലിപ്സൊക്കെ ഇങ്ങനെ കൊമള പോലെ വരുന്നു, അതുപോലെ തന്നെ പിന്നെ എന്താണ് നമ്മുടെ വായുടെ അകം ക്രാക്സ് വരുന്നു. അത്രയുമാണ് ഇതിൻ്റെ അപര്യാപ്ത രോഗങ്ങളെന്ന് പറയുന്നത്. അടുത്തത് വൈറ്റമിൻ B3, ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ B3 അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? പെല്ലഗ്ര അല്ലെങ്കിൽ പെല്ലഗ്രയ്ക്ക് കാരണമായ അത് ഏത് വൈറ്റമിൻ്റെ അഭാവമാണ്? അപ്പോൾ വൈറ്റമിൻ B3 എന്തായിരുന്നു? നിയാസിൻ അല്ലെ, നിയാസിൻ്റെ അഭാവം മൂലമാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്. വൈറ്റമിൻ B3 നിയാസിൻ്റെ അഭാവം മൂലമാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്. അടുത്തതാണ് വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫറ്റീഗ്, തളർച്ചയുണ്ടാകുന്നു, വോമിറ്റിംഗ് ഉണ്ടാകുന്നു, അതുപോലെ ഇൻസോമാനിയ, അതുപോലെ തന്നെ ഡിപ്രഷൻ, സ്റ്റൊമക് പെയിൻ, വയറുവേദന, ഡിപ്രഷൻ ഉണ്ടാകുന്നു, ഫറ്റീഗ് തളർച്ചയുണ്ടാകുന്നു, വോമിറ്റിംഗ് ഉണ്ടാകുന്നു, ഇൻസോമാനിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നത് വൈറ്റമിൻ B5 അപര്യാപ്തത മൂലമാണ്. അടുത്തതായിട്ട് നമുക്ക് വൈറ്റമിൻ B6 പഠിക്കാം. വൈറ്റമിൻ B6 പിരിഡോക്സിൻ ആയിരുന്നു അല്ലേ. അപ്പോൾ പിരിഡോക്സിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, കാർഡിയോ വാസ്കുലാർ പ്രോബ്ലംസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഫറ്റീഗ് തളർച്ച, അതുപോലെ തന്നെ സ്കിൻ ഇൻഫ്ലമേഷൻസ്, സ്കിന്നിൽ പലയിടത്ത് ഇൻഫ്ലമേഷൻസ് രൂപം കൊള്ളുക, അതുപോലെ തന്നെ ഡിപ്രഷൻ, അനീമിയ, വിളർച്ച. ഇത്രയും കാര്യങ്ങളാണ് B6 അഭാവം മൂലം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അഭാവങ്ങൾ? വൈറ്റമിൻ B6 അഭാവം മൂലം ഉണ്ടാകുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഉണ്ടാകുന്ന അസുഖങ്ങൾ അത് വൈറ്റമിൻ B6 അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഫറ്റീഗ്, സ്കിൻ ഇൻഫ്ലമേഷൻ, ഡിപ്രഷൻ, അനീമിയ, ഇത്രയും രോഗങ്ങളുണ്ടാകുന്നത് വൈറ്റമിൻ B6 അഭാവം മൂലമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വൈറ്റമിൻ B7 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. വൈറ്റമിൻ B7 അഭാവം മൂലമാണ് ഹെയർ ലോസ് ഉണ്ടാകുന്നത്. വളരെ ഭയങ്കരമായിട്ടും ഹെയർ ലോസ് ഉണ്ടാകുന്നത് B7 ബയോട്ടിൻ്റെ അഭാവം മൂലമാണ്. അതുപോലെ നേരത്തെ നമ്മൾ B2 പഠിച്ച പോലെ തന്നെ വായുടെ അകമൊക്കെ ക്രാക്സ് വരുന്നത് വൈറ്റമിൻ B7 കൂടി അഭാവം മൂലമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു എയുടെ അഭാവം എന്ന് പറഞ്ഞാൽ നിശാന്തത, സീറോഫ്താൽമിയ, B1 അഭാവം ബെറിബെറി, B2 അഭാവം മജന്ത കളർ നാക്ക്, അതുപോലെ തന്നെ ലിപ്സ് കോമളച്ച് വരിക, അതുപോലെ തന്നെ വായുടകം പൊട്ടുക. അതുപോലെ തന്നെ B3 അഭാവം മൂലം ഉണ്ടാകുന്നത് പെല്ലഗ്രയാണ്. B5 അഭാവം മൂലം ഫറ്റീഗ് ഉണ്ടാകുന്നുണ്ട്, വോമിറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്, ഇൻസോമാനിയ, ഡിപ്രഷൻ, അതുപോലെ തന്നെ സ്റ്റൊമക് പെയിൻ. B6 അഭാവം മൂലം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ ഫറ്റീഗ്, സ്കിൻ ഇൻഫ്ലമേഷൻസ്, ഡിപ്രഷൻ, അനീമിയ, ഇത്രയും കാര്യങ്ങളാണ് B6 അഭാവം മൂലം ഉണ്ടാകുന്നത്. B7 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഹെയർ ലോസ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ക്രാക്സ് ഓൺ ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത്, വായുടകമൊക്കെ പൊട്ടുന്നത് ഇതുമൂലമാണ്. അടുത്തതായിട്ട് വൈറ്റമിൻ B9 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. B9 അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വിളർച്ച. ശരീരത്തിൽ വിളർച്ചയുണ്ടാകുന്നത് B9 അഭാവം മൂലമാണ് വിളർച്ചയുണ്ടാകുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ സയനോകൊബാലമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ. എന്തനീമിയാണ്? പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നത് സയനോകൊബാലമിൻ്റെ അഭാവം മൂലമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ C, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി എന്ന് പറഞ്ഞ രോഗം ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ C ഡെഫിഷ്യൻസിയാണ് സ്കർവി. അതുപോലെ D എന്ന് പറഞ്ഞ ജീവകത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്? അത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത, അതായത് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. ഈ രോഗം ഉണ്ടാകുന്നത് വൈറ്റമിൻ ഇയുടെ അഭാവം മൂലമാണ്. ഇനി അടുത്ത ലാസ്റ്റ് ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. വൈറ്റമിൻ കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു
കൊയാഗുലൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിനാണ് അല്ലേ. അപ്പം ഈ വൈറ്റമിൻ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തസ്രാവം ഉണ്ടാവും അല്ലെ, രക്തം കട്ടപിടിക്കാത്തൊരവസ്ഥ വരും, അപ്പോൾ രക്തസ്രാവം ഉണ്ടാവും. സോ വൈറ്റമിൻ കെയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് രക്തസ്രാവം. അപ്പോൾ ഈ എയും പിന്നെ സി ചോദിച്ചിട്ടുണ്ട്, അപര്യാപ്ത രോഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ B9 ചോദിച്ചിട്ടുണ്ട്, 12 ചോദിച്ചിട്ടുണ്ട്, B12 ചോദിച്ചിട്ടുണ്ട്, സി ചോദിച്ചിട്ടുണ്ട്, വൈറ്റമിൻ ഡി ചോദിച്ചിട്ടുണ്ട്, ഇ ചോദിച്ചിട്ടുണ്ട്, കെ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ജീവകങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളും. അപ്പം B9 മൂലം വിളർച്ച ഉണ്ടാകുന്നു, B12 മൂലം പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്നു, വൈറ്റമിൻ സിയുടെ അഭാവം മൂലം സ്കർവി ഉണ്ടാകുന്നു, ഡിയുടെ അഭാവം മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നു, ഇയുടെ അഭാവം മൂലം ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയുണ്ടാകുന്നു, വൈറ്റമിൻ കെയുടെ അഭാവം മൂലം രക്തസ്രാവം ഉണ്ടാകുന്നു. ഇനി അടുത്തതായിട്ട് വൈറ്റമിനുകളുടെ ആധിക്യം മൂലം നമ്മുടെ ശരീരത്തുണ്ടാവുന്ന ഒരസുഖമാണ് ജീവകമല്ലേ വൈറ്റമിൻ. അപ്പോൾ ജീവകത്തിൻ്റെ ആധിക്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ജീവകാധിക്യം എന്ന് പറയാം. അപ്പോൾ വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്, ജീവകങ്ങളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ജീവകാധിക്യം എന്ന് പറയാം. ആധിക്യം എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ, സോ ഹൈപ്പർ വൈറ്റമിനോസിസ്. അപ്പോൾ വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ജീവകാധിക്യം അഥവാ ഹൈപ്പർ വൈറ്റമിനോസിസ്. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ. വൈറ്റമിനുകളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ജീവകാധിക്യം, അതായത് ആധിക്യമാണ്, അതുകൊണ്ട് ഹൈപ്പർ വൈറ്റമിനോസിസ്. അടുത്തതായിട്ട് PSC ചോദിക്കുന്ന ചില വൈറ്റമിൻ റിച്ച് ഫുഡുകളെ ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതും കൂടി നമുക്ക് പഠിക്കാം. വൈറ്റമിൻ റിച്ച് ഫുഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഈ വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നത് നമ്മൾ ഇത് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഫുഡുകൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള രോഗങ്ങളും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓരോ വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളതാണ്. സോ അതടങ്ങിയ ഫുഡുകൾ എല്ലാവരും കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ വൈറ്റമിൻ റിച്ച് ഫുഡ്സിനെ പറ്റി നമുക്ക് നോക്കാം. വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പാല്, അതുപോലെ തന്നെ മുട്ട, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്കറികൾ, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോസ്. അപ്പോൾ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് എഗ്ഗ്, അതുപോലെ തന്നെ മിൽക്ക്, ക്യാരറ്റ്സ്, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോസ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ലീഫി, അതായത് മുട്ട, പാല്, ക്യാരറ്റ്, പിന്നെ എന്താണ് സ്വീറ്റ് പൊട്ടറ്റോസ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ്, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഇതിലൊക്കെ വൈറ്റമിൻ എയുടെ കണ്ടന്റ് ധാരാളമുണ്ട്. അപ്പോൾ ഈ ഫുഡുകൾ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് നിശാന്തത, സിറോഫ്താൽമിയ എന്നീ അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അടുത്തതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ള ഫുഡുകളാണ് ഓറഞ്ച്, അമ്ല, നെല്ലിക്ക, അതുപോലെ ലെമൺ, നാരങ്ങ, പിന്നെ ഫ്രൂട്ട്സ് ഹാവിങ് കളറുള്ള ഫ്രൂട്ട്സുകളിലുള്ളതാണ് വൈറ്റമിൻ സി എന്ന് പറഞ്ഞ ഫ്രൂട്ട് അല്ലേ. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറഞ്ഞ ജീവകം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഓറഞ്ച്, നെല്ലിക്ക, ലെമൺ, അതുപോലെ തന്നെ കളേഴ്സുള്ള ഫ്രൂട്ട്സ് ഇത്രയും കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ സിയുടെ കണ്ടന്റ് നമുക്ക് ശരീരത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള 2 ഫുഡ്സാണ് അവക്കാഡോസും അതുപോലെ തന്നെ നട്ട്സും സീഡുകളും. നട്ട്സ്, കശുവണ്ടി, അങ്ങനെ നട്ട്സുകൾ, ബദാം, അങ്ങനത്തെ നട്ട്സുകൾ, സീഡുകൾ, പലയിനം സീഡുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇയുടെ ഇത് കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് വൈറ്റമിൻ ഇ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വന്ധ്യത പോലുള്ള രോഗങ്ങളുണ്ടാകും. അതുപോലെ തന്നെ വൈറ്റമിൻ സി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സ്കർവി ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അയൺ ആഗീകരണം കുറയും. സോ അതിനനുസരിച്ചുള്ള രോഗങ്ങൾ വരും. സോ വൈറ്റമിൻ സിയുടെ അഭാവം മൂലം സ്കർവി ഉണ്ടാവും. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡാണ് അവക്കാഡോ, നട്ട്സ്, അതുപോലെ തന്നെ സീഡ്സ്. അപ്പോൾ അതൊക്കെ നട്ട്സും സീഡ്സും അവക്കാഡോസും ഒക്കെ കഴിക്കുക. അത് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ കണ്ടന്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഫുഡുകളാണ്. അതുപോലെ തന്നെ എ എന്ന് പറയുമ്പോൾ മുട്ട, പാല്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോസ്, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, ഇത്രയും കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ എ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്? നമ്മൾ വൈറ്റമിനെ കുറിച്ച് പഠിച്ചു. വൈറ്റമിൻ എന്ന പേര് ആദ്യമായിട്ട് നാമകരണം ചെയ്തത് ആരാണെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഓരോ വൈറ്റമിനുകളുടെയും
പ്രത്യേകതകളെ പറ്റി നമ്മൾ നോക്കി. ഫാറ്റ് സോല്യൂബിൾ ഏതൊക്കെയാണ്, അഡക്കം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ വാട്ടർ സോളിബിൾ BC ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓരോ വൈറ്റമിൻസുകളുടെയും അല്ലെങ്കിൽ ഓരോ ജീവകങ്ങളുടെയും അതിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഓരോ ജീവകങ്ങളുടെയും രാസനാമങ്ങൾ പഠിച്ചു. അതുപോലെ ഓരോ ജീവകങ്ങളുടെയും അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങളെ പറ്റി പഠിച്ചു. അതുപോലെ തന്നെ ഓരോ ജീവകങ്ങളുടെയും ഓരോ ജീവകങ്ങളും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ നോക്കി. അപ്പോൾ PSC എക്സാമിന് ജീവകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന മെയിനായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നല്ല അതായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന 1-2 മാർക്കിന് ചോദിക്കുക ഇത്. അപ്പം നിങ്ങൾക്ക് ആ 2 മാർക്കെങ്കിലും കിട്ടും, ഈ ക്ലാസ്സിലൂടെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കേണ്ടതിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.